ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നിടയിൽ ഒരു പിക്ക് കണ്ടു. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പിക്കാണ് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട്. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഇപ്പോഴും പലരും എന്താ പറയുക, CR ലിയോനെ കുറിച്ച് കമ്പയർ ചെയ്ത് എന്താ പറയുക പരസ്പരം തല്ലുണ്ടാക്കുന്നതൊക്കെ നമ്മളെ ശ്രദ്ധയിലുണ്ട്. സോ അതിപ്പോഴും നടക്കുന്നുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. രണ്ട് പേരെയും കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഫോളോ ഒക്കെ ചെയ്തിട്ട് കൂടെ കുടിക്കുക. ഓക്കെ, മനസ്സിലാക്കുക, ഇവർ രണ്ടുപേരുടെയും കാലം, അതായത് ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കാലം, ഇനി അവർ കുറച്ച് കാലം മാത്രമേ നമ്മളെ മുന്നിൽ ഇനി ഉണ്ടാവുകയുള്ളൂ. സോ CR ആണെങ്കിൽ തന്നെ അവർ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണെന്ന് പറയുന്നുണ്ട്. ലയണൽ മെസ്സി ആണെങ്കിൽ അതുപോലെ തന്നെ പറയുന്നുണ്ട്. സോ എന്ന് പോകുമെന്നോ അതുപോലെ തന്നെ എന്ന് അവസാനിക്കുമെന്നോ നമുക്കറിയില്ല. ഈ യുഗം ഇനി അവസാനിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാം, ഇനി ഫൈറ്റൊക്കെ നിർത്തിവെച്ച് സോ അവരുടെ അവസാന കളി, അവർ ഇനി കളിക്കുന്ന മൊമെൻറ്റ്സ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി വേറെ കുറച്ചും കൂടി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് പേരും രണ്ട് യുഗമാണ്. ഇനി ഇവരെ വെച്ച് ഇവരുടെ മുകളിൽ ഇനി വേറെ ആരുമില്ല എന്നുള്ളതാണ്. അതായത് മെസ്സി റൊണാൾഡോന് ശേഷം ഇവരുടെ ഈ പവർ മാറ്റിപ്പിടിക്കാൻ ഇനി ഒരൊറ്റനെ കൊണ്ട് സാധിക്കുമോ വെച്ചാൽ എക്സാക്റ്റ്ലി നമുക്ക് പറയാം നോട്ട് ഇംപോസിബിൾ. ഇവരുണ്ടാക്കിയ യുഗം എന്ന് പറയുന്നത് അത്രത്തോളമുള്ളതാണ്. സോ നമുക്കെല്ലാവർക്കും അറിയാം, ലയണൽ മെസ്സിയും CRും കുറച്ച് ഫോം ഔട്ടായ ടൈമിൽ ഒന്നുപോലും അറിയാത്ത രണ്ട് ലീഗായിരുന്നു അൽ നാസറും, രണ്ട് ടീമായിരുന്നു അൽ നാസറും അതേപോലെ തന്നെ മിയാമി എന്ന് പറയുന്നത്. സോ ഇവർ രണ്ട് പേരും അവരിലേക്ക് പോയപ്പോൾ CR7 ഇത് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസറിലേക്ക് പോയപ്പോൾ സൗദി ലീഗ് നമ്മളെല്ലാവരും ലോകം മുഴുവൻ എന്താ പറയുക അതിനെ ഏറ്റെടുത്തു. നേരെ മറിച്ച് മിയാമിയിലേക്ക് ലയണൽ മെസ്സി പോയപ്പോൾ, അമേരിക്കയിലേക്ക് ലയണൽ മെസ്സി മിയാമി എന്ന ടീമിലേക്ക് പോയപ്പോൾ ലോകം മൊത്തം നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇപ്പോഴും അവരുടെ ജേഴ്സികൾ ഇൻ്റർ മിയാമിയുടെയും അൽ നാസറിൻ്റെയൊക്കെ ജേഴ്സി ഇടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പേര് മാത്രമുള്ളൂ, ദിസ് ഈസ് വൺ ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് തന്നെയുള്ളൂ, അവരുടെ യുദ്ധങ്ങൾ ഇനി അവസാനിക്കാൻ പോകണം. ഇനി ആകെ കുറച്ച് എന്താ പറയുക ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുള്ള ടൈം എന്ന് പറയുന്നത് അവരെ എന്താ പറയുക അവരുടെ ആ ലാസ്റ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ലയണൽ മെസ്സി പറഞ്ഞു, ഇത് ഞാനിപ്പോൾ ഒരു എന്താ പറയുക ട്രിപ്പ് വന്നിരിക്കുകയാണ്, മിയാമിയിലേക്ക് ഞാനൊരു ട്രിപ്പ് വന്നിരിക്കുക എന്ന് വരെ ലയണൽ മെസ്സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അവരുടെ ലാസ്റ്റാണ്. അതുകൊണ്ട് എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ദിസ് ഈസ് ഇത്ര അതുതന്നെ അവരുടെ അവസാനമാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാണ്. ഇനി നമ്മൾ വരുന്ന പുതിയ തലമുറകൾക്ക് ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവരാരാണ്, ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ അതേപോലെ തന്നെ ലയണൽ മെസ്സി ആരാണെന്ന് ചോദിച്ചാൽ അവരെക്കുറിച്ച് ഒരു വലിയ പുസ്തകം, ഒരു വലിയൊരു ചാപ്റ്റർ എഴുതിയാൽ പോലും അത് തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊരു പിക്ക് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി, അതാണ് നിങ്ങളിലേക്ക് എത്തിച്ച്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ യൂസ്ഫുൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.